അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ താരീഖുൽ ഇസ്ലാമിലെ 14ാമത്തെ ചാപ്റ്റർ അൽ ഹർക്കത്തുൽ ഇസ്തിഖ്ലാലിയ, സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്നർത്ഥം വരുന്ന പാഠാണ്. ഈ പാഠത്തിൽ പറയുന്നത്, പാശ്ചാത്യർ ഇന്ത്യയിൽ വന്ന സമയത്ത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ പാശ്ചാത്യർ ഇവിടെ വന്നതോടുകൂടി ഇന്ത്യ ഏറ്റവും വലിയ ദരിദ്ര രാജ്യമായി മാറുകയും ജനങ്ങളെയെല്ലാം പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ശത്രുക്കളാക്കി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇതെല്ലാം. ഈ പാശ്ചാത്യ നറികെട്ട ഭരണത്തിനെതിരെ, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ മുസ്ലിം രാജാക്കന്മാരും മറ്റു ഇന്ത്യയിലെ ജനങ്ങളും സമരം നയിച്ച് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുകയുണ്ടായി. നമുക്ക് വായിക്കാം. പാശ്ചാത്യരുടെ അധിനിവേശം ഇന്ത്യ ചരിത്രത്തിൽ കറുത്ത അധ്യായമാണ്. കച്ചവടക്കാരായ ഇന്ത്യയിലെത്തിയവർ അവസാനം രാജ്യത്തെ അടിമപ്പെടുത്തി. യൂറോപ്യർ കോളനികൾ സ്ഥാപിച്ച രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി തകർന്നു. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്ന ഇന്ത്യ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഏറ്റവും വലിയ ദരിദ്ര രാജ്യമായി മാറി. ഇന്ത്യയിലെ പ്രമുഖ മതവിഭാഗങ്ങളായിരുന്ന മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പരസ്പരം ശത്രുക്കളാക്കി. ഇതിന് സഹായിക്കുന്ന നിയമങ്ങൾ നടപ്പാക്കി മുസ്ലിങ്ങളും ഹിന്ദുക്കളും ശത്രുക്കളാണെന്ന് വരുത്തും വിധം വ്യാജ ചരിത്രം എഴുതിയുണ്ടാക്കി. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇതെല്ലാം. ഇക്കാരണത്താൽ വിശാലമായ ഈ രാജ്യം സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി തീർന്നു. ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനു ശേഷവും പരസ്പരം പോരടിക്കാനിടയായി. ഇതിലൂടെ രാജ്യത്തിന്റെ പുരോഗതി തടസ്സപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ സ്വന്തം രാജ്യമായി കണ്ട് ഇവിടെ സ്ഥിരതാമസമാക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അഹോത്രം പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാർ രാജ്യത്തെ കൊള്ളയടിക്കുകയും തകർക്കുകയുമാണ് ചെയ്തത്. വാർത്താവിനിമയ രംഗത്തും ഗതാഗത രംഗത്തും അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ സ്വന്തം നേട്ടത്തെ മുന്നിൽ കണ്ടായിരുന്നു. ഭാരിച്ച നികുതി ചുമത്തിയും തദ്ദേശീയ വ്യവസായങ്ങൾ നശിപ്പിച്ചും സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലക്ക് വിറ്റും വിലപിടിച്ച പുരാവസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും മറ്റും കൊള്ളയടിച്ചും അവർ അതിലേറെ സമ്പാദിച്ചു. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഏറ്റവും കൂടുതൽ കെടുതനുഭവിച്ചത് മുസ്ലിങ്ങളാണ്. പാശ്ചാത്യർ വരുമ്പോൾ ഇവിടെ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. കച്ചവടത്തിന് നേതൃത്വം നൽകിയിരുന്നതും അവരത്രേ. ഇവയെല്ലാം അധിനിവേശകാലത്ത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ പീഡനങ്ങളേൽക്കാൻ കാരണമായി. അധിനിവേശം തുടങ്ങി അധികം വൈകാതെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു. 1857 വിപ്ലവത്തോടെ അത് ശക്തി പ്രാപിച്ചു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ പങ്കാളികളായി. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന മുഹമ്മദ് അലി, അബുൽ കലാം ആസാദ് തുടങ്ങിയ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായത് മുസ്ലിങ്ങളാണ്. മമ്പ്രതങ്ങള് ഉമർ ഖാലി, ഷൌക്കത്ത് അലി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയവർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിരവധി സമരങ്ങൾ നടക്കുകയുണ്ടായി. അവയിൽ പ്രധാനപ്പെട്ടതാണ് മലബാർ സമരം. മാപ്പിള ലഹല എന്ന മുദ്രകുത്തി ബ്രിട്ടീഷുകാർ അതിനെ അപഹസിച്ചു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും നേതൃത്വം നൽകിയ സമരമായിരുന്നു അത്. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായാണ് അത് നടന്നത്. 1ാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാർ ആ രാജ്യം അധീനപ്പെടുത്തി. ഖിലാഫത്ത് ഇല്ലാതായി. ഇതിനെതിരെ ലോകത്തെയാകെയുള്ള മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു. ഇന്ത്യയിൽ ഖിലാഫത്ത് മൂവ്മെന്റ് ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിന് പിന്തുണ നൽകി. ഗാന്ധിജിയും ഷൌക്കത്ത് അലിയും മലബാർ സന്ദർശിച്ചു. സമരം ശക്തമായി. ബ്രിട്ടീഷ് സർക്കാർ നേതാക്കളെ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്തു. സമരത്തെ നേരിടാൻ പട്ടാളമെത്തി. പട്ടാളത്തെ ഇറക്കി. അവർ കൊലയും കൊള്ളയുമായി മലബാർ തകർത്തു. ആയിരങ്ങളെ കൊന്നൊടുക്കി. നിരവധി പേർ നാടുകടത്തി. ആലി മുസ്ലിയാര്, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ചെറുപ്രശ്ശേരി തങ്ങൾ, പാണക്കാട് ഹുസൈൻ തങ്ങൾ, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഉണ്ണി മൂസ തുടങ്ങിയവർ 1921 നടന്ന മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരാണ്. ഇനി നമുക്ക് തൊരിബാത്ത് വായിക്കാം. 1ാമത്തെ ആക്ടിവിറ്റി നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. അതിൽ 1ാമത്തത്, കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി രാജ്യത്തെ അടിമപ്പെടുത്തിയാര്? പാശ്ചാത്യർ. 2,
ബ്രിട്ടീഷ് അധിനിവേശത്തിൽ കൂടുതൽ കെടുതനുഭവിച്ചതാര്? മുസ്ലിങ്ങൾ. 3. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായതാര്? മുസ്ലിങ്ങൾ. 4. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയെ കീഴ്പ്പെടുത്തിയാര്? ബ്രിട്ടീഷുകാർ. ചോദ്യം 5. മലബാർ സമരം നടന്ന വർഷമേത്? 1921. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. അതിലൊന്ന്, ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. ഒന്നാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഏത്? ഉത്തരം ഇന്ത്യ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രമുഖ മതവിഭാഗങ്ങളായിരുന്നു ആര്? ഉത്തരം മുസ്ലിങ്ങളും ഹിന്ദുക്കളും. ചോദ്യം 3, പാശ്ചാത്യർ ഇവിടെ വരുമ്പോൾ ഇന്ത്യ ഭരിച്ചത് ആരായിരുന്നു? ഉത്തരം മുസ്ലിങ്ങൾ. ചോദ്യം 4, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ 3 മുസ്ലിം നേതാക്കൾ. ഉത്തരം മമ്പുറം തങ്ങൾ, ഉമർ ഖാലി, ഷൗക്കത്ത് അലി. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സമരം. ഉത്തരം മലബാർ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 12 ഇന്ത്യയുടെ ത്രിവർണ പതാക വാനിലേക്കുയർന്നു. കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ആഹ്ലാദരൂപം ഇന്ത്യയെ സന്തോഷത്താൽ ഈറനറിയിച്ചു. ആ സ്വാതന്ത്ര്യ ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ചരിത്രകാരന്മാർ പറയാതെ പറഞ്ഞു പോകുന്ന മുസ്ലിം നായകന്മാരെ നാം ഓർക്കേണ്ടതുണ്ട്. സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും ഉരുക്കുശില്പമായി നിലകൊണ്ട മുസ്ലിം നായകന്മാർ തന്നെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത്. പക്ഷേ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ ഹൃദയത്തിൽ ദേശസ്നേഹം കൊണ്ടു നടന്ന ധൈര്യത്തിന്റെയും സമത്വത്തിന്റെയും പ്രതീകങ്ങളായ മുസ്ലിം നേതാക്കന്മാരെ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്താതെ പോയി. ഡച്ച് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പടപൊരുതിയ ടിപ്പു സുൽത്താൻ, ഹൈദർ അലി എന്നിവരെ കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ തകർത്ത നാട്ടുരാജാക്കന്മാർ പിൽക്കാലത്ത് ദുഃഖിച്ച സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. ആലി മുസ്ലിയാരും മമ്പുറം തങ്ങളും വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും തുടങ്ങി ഒട്ടനവധി ധീരപുരുഷന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ്. മൂന്നാമത്തത്, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവചരിത്രം തയ്യാറാക്കുക. ആൾക്കൂട്ടത്തിന്റെ ആക്രോശങ്ങൾക്കും പരിധിവിട്ട ആക്രമണങ്ങൾക്കും അപ്പുറത്ത് നിയന്ത്രിതമായൊരു സമരമായി മലബാർ സമരത്തെയും സമര ഭടന്മാരെയും തിരിച്ചുവിട്ട വിപ്ലവ നായകനാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചെറുപ്പത്തിലെ തടങ്കൽ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നതിന്റെ ചൂടുള്ള അനുഭവങ്ങൾ ഉരുക്കിപ്പണിത ചുണയുള്ള നേതൃത്വം വന്നതോടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയും അവരെ സഹായിക്കുന്നവർക്കെതിരെയുമുള്ള പ്രതിഷേധങ്ങൾക്ക് വ്യവസ്ഥാപിത പോരാട്ടമുറകൾ രൂപീകരിക്കപ്പെട്ടത്. അണമുറിയാത്ത സമരവീര്യവും അചഞ്ചലമായ നേത്രശക്തിയും കൊണ്ട് മുസ്ലിം കേരളത്തിന്റെ ഹൃദയ താരകമായി തീർന്ന വിപ്ലവ നായകനാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മലബാർ സമരത്തിൽ വർഗീയത കണ്ടവർ പോലും വാരിയൻ കുന്നത്തിനെ വർഗീയവാദിയാക്കാൻ ധൈര്യപ്പെടാതിരുന്നത് സമരത്തിലും അദ്ദേഹം നിഷ്കർഷിച്ച മതമൈത്രി കൊണ്ട് തന്നെയാണ്. വാരിയൻ കുന്നത്ത് മൊയ്തീൻ കുട്ടി ഹാജിയുടെയും തുവൂരിലെ പറവട്ടി കുഞ്ഞായിസുമ്മയുടെയും മകനായി 1866 മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുത്തിലാണ് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജനനം. പാഠത്തിൽ പറയപ്പെട്ട മുസ്ലിം നേതാക്കന്മാർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ദറജ, അവരെ പദവി, സ്വർഗീയ പദവി അല്ലാഹു ഉയർത്തി നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.